നീ എന്നാലും എന്നെ ഇട്ടിട്ട് പോയല്ലോടി. ഇന്ന് നീ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇതുപോലെ കരഞ്ഞ് കുടിച്ച് മരിച്ചേനെ. നിനക്ക് എന്നാലും പോവാൻ തോന്നിയല്ലോടി. ഇത് പൊന്നു വെങ്കി ഒന്ന് നിർത്ത്. ഐ ലവ് യു ടു വെങ്കി, പ്ലീസ്, ഐ വാണ്ട് ടു ഗോ ഹോം. ഇനി ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ചിരിച്ചിരിച്ച് ഡെഡായിപ്പോവും. വേദ, എൻ്റെ ഫീലിങ്സ് നിനക്ക് തമാശയായിട്ട് തോന്നുന്നുണ്ടല്ലേ? ശരി, ഞാനിനിയൊന്നും പറയുന്നില്ല. നോ നോ നോ, ഞാൻ തമാശയായിട്ട് എടുത്തില്ല വെങ്കി. എനിക്ക് നല്ല തണുക്കുന്നുണ്ട്. ബീച്ച് സൈഡല്ലേ, നമുക്ക് വീട്ടിൽ പോയാലോ? എന്താ തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പം വീട്ടിൽ പോകാനോ? എൻ്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. നമുക്ക് ഡ്രിങ്ക്സ് ചെയ്യാം. ഡ്രിങ്ക്സ് ചെയ്യാനോ? ഞാൻ ഡാഡിക്ക് പ്രോമിസ് ചെയ്തു ഡ്രിങ്ക്സും സ്മോക്കിങ്ങും ഒന്നും ചെയ്യില്ല. ഞാൻ മാത്രമല്ല, നിന്നെക്കൊണ്ട് ഇനി ചെയ്യിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മളിനി ഇത് രണ്ടും ചെയ്യില്ല. റിയലി ഹാപ്പി. ബട്ട് ഇന്നൊരു ദിവസത്തേക്ക് നമുക്ക് ചെയ്യാം. നമ്മൾ അന്ന് ഇവിടെ ഇരുന്നല്ലേ അതൊക്കെ ചെയ്ത് കാറിൽ. അന്ന് കാറിൽ നമ്മൾ എന്ത് ചെയ്തു? ജസ്റ്റ് കിസ് ചെയ്തതല്ലേ? എനിക്ക് കിസ് ചെയ്യണമെങ്കിൽ ഒന്ന് അടിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് വിറയ്ക്കും. അതുകൊണ്ടാണ്. മൈ ഗോഡ്, കിസ് ചെയ്യണമെങ്കിൽ നിനക്ക് ഡ്രിങ്ക്സ് ചെയ്യണോ? അപ്പോൾ എൻ്റെ ഫസ്റ്റ് നൈറ്റൊക്കെ അവൻ കുളമാക്കും. വെങ്കി, ഡ്രിങ്ക്സ് ചെയ്തില്ലെങ്കിൽ നിനക്ക് കിസ് ചെയ്യാനും വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലേ? നീ പേടിക്കണ്ട, ഞാനത് കുളമാക്കില്ല. എനിക്ക് അതിനൊന്നും പേടിയില്ല. എന്ത് കുളമാക്കൂലെന്നാ നീ പറയുന്നത്? ഫസ്റ്റ് നൈറ്റ് അതെനിക്ക് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ വീട്ടിലല്ലേ? നന്നായിട്ട് കിണിക്കുന്നുണ്ടല്ലോ. വാ വീട്ടിൽ പോ. ഇവിടെ നിന്ന് മനുഷ്യൻ്റെ കൺട്രോൾ കളയണ്ട. എങ്കിൽ അച്ഛനും അമ്മയും അടുത്ത് താൻ എന്താ പറഞ്ഞേ? ഞാൻ പിണങ്ങിപ്പോയെന്നാണോ പറഞ്ഞേ? അല്ല, താ മാത്രമല്ല, താ പോയാന്ന് തന്നെ ഞാനിവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ വന്നിട്ടില്ല. പൊന്നൂൻ്റെ അടുത്ത് പറഞ്ഞു റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയെന്ന് പറയാൻ. അവളെന്തെങ്കിലും പറഞ്ഞ് മാനേജ് ചെയ്ത് കാണും. ഓ, ഭാര്യയും ഭർത്താവും ഇന്ന് ലാൻഡ് ചെയ്തു അല്ലേ? പൊന്നു, ഹൗ ആർ യു? ഐ റിയലി മിസ് യു പൊന്നു. ഐ റിയലി മിസ് യു പൊന്നു. മാറി നിൽക്കടി. മിസ് ചെയ്തുകൊണ്ടായിരിക്കും ഇട്ടിട്ട് പോയത്. ഒരു വാക്കെങ്കിലും നീ എൻ്റെ അടുത്ത് പറഞ്ഞോ? അതൊരു ജസ്റ്റ് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് പറ്റിപ്പോയതാ. സോറി. ഇനി ഞാൻ പറഞ്ഞിട്ടേ പോണെങ്കിൽ. പൊന്നു, അച്ഛനും അമ്മയും കലിപ്പിലാണോ? അകത്തുണ്ടോ രണ്ടാളും? ബന്ധുവിൻ്റെ വീട്ടിൽ പോയെന്നാ ഞാൻ പറഞ്ഞു. ഭാര്യയും ഭർത്താവും അകത്തോട്ട് വാ, അവിടെ പോയിട്ട് ബാക്കി അറിയാം. ഇവളെന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നത്? ഇനി ഇവൾക്ക് എന്തെങ്കിലും അറിയോ? എല്ലാം അറിഞ്ഞു വച്ചിട്ട് കൊത്തുപോകണല്ലേടി പൊന്നു. നിന്നെ ഞാൻ എടുത്തോളാം. അല്ല, ഇതാര്? എടി, ആരതി എടുത്തോ. ഒഴിഞ്ഞകത്ത് കയറി 2 ആൾക്കാർ വന്നിട്ടുണ്ട്. പെട്ടെന്ന് എടുത്തോ, അല്ലെങ്കിൽ ഇപ്പൊ പോയാൽ പിന്നെ എപ്പോഴാ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ആരതി ഒഴിയേണ്ട ആവശ്യമൊന്നുമില്ല അച്ഛാ. എടാ, നീയോ ഞങ്ങളടുത്ത് നിൽക്കണില്ല. ആ കുട്ടിയെങ്കിലും ഞങ്ങൾക്ക് തന്നൂടെ? ഞങ്ങൾ 2 അനാഥ പ്രേതങ്ങൾ ഇവിടെ ഇങ്ങനെ നടക്കണം. ആ പൊന്നും ഇല്ലെങ്കിലോ? നിനക്കല്ലെങ്കിൽ ഞങ്ങളെപ്പറ്റി വിചാരമൊന്നുമില്ലല്ലോ. ആ കൊച്ചിനെങ്കിലും ഞങ്ങളിവിടെ നിർത്തിക്കൂടെ? എന്താ സ്വാമി ഇങ്ങനെ? ഓ സോറി അച്ഛാ, ഐ റിയലി മിസ് യു. ബട്ട് ഞാൻ വെങ്കിയുടെ അടുത്ത് പറഞ്ഞതാ ഞാൻ വരുന്നില്ല, നീ പൊക്കോന്ന്. ബട്ട് അവൻ കേട്ടില്ല അച്ഛാ. ഇനി അച്ഛനെയും അമ്മയും വിട്ടിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല. പോവുകയാണെങ്കിൽ വെങ്കി ഒറ്റയ്ക്ക് പൊക്കോട്ടെ. എന്താ അഭിനയം! നല്ല മരുമോൾ. വല്ല ഓസ്കാറും കിട്ടിയെങ്കിൽ വാങ്ങിച്ചങ്ങ് കൊടുക്കായിരുന്നു. എന്താ ഏട്ടാ ഇത്? അവരിങ്ങ് വന്നില്ലേ? വന്നതല്ലേ ഉള്ളൂ. മക്കളെ രണ്ടുപേരും പോയി ഫ്രഷ് ആയിട്ട് വാ, അമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഓക്കെ അമ്മ, ഞാൻ പെട്ടെന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം. പൊന്നു, എൻ്റെ കൂടെ ഒന്ന് റൂമിൽ വരുമോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ, ഞാൻ വരാം. എൻ്റെ അടുത്ത് എന്താണ് അപ്പോൾ പറയാനുള്ളത്? പൊന്നു, നമുക്ക് നാളെ ഷോപ്പിങ്ങിന് പോവാം. എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങണം. എൻ്റെ കയ്യിലുള്ളതൊക്കെ മോഡേൺ ഡ്രസ്സാണ്. എനിക്ക് നിന്നെപ്പോഴത്തെ ഡ്രസ്സ് വാങ്ങണം. അതിന് നിനക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ അലർജി അല്ലേ? നിനക്ക് മോഡേണായിട്ട് നടക്കുന്നതല്ലേ ഇഷ്ടം? പിന്നെന്താ പെട്ടെന്ന്? നീ വരാൻ പറ്റുമെങ്കിൽ വാ. എനിക്ക് ഇനി മുതൽ ഇങ്ങനത്തെ ഡ്രസ്സ് മതി. ഞാൻ വരാം. വെങ്കി, ഞാൻ ഡാഡി എങ്ങോട്ട് വിളിച്ചാലോ? ഡാഡിയാണ് എൻ്റെ ഡാഡിയെന്ന് ഇവിടെ ആർക്കും അറിയില്ലല്ലോ. നമുക്കത് പറയണ്ടേ? ആ, അത് ഞാൻ ആലോചിച്ചതാ. നമുക്ക് നാളെ ഡേഡിയെത്ത്. ഇതെന്താ ഇവളെ ഡ്രസ്സ്? ഓടിയപ്പൻ വെങ്കി, ബാക്കി പറയേ. എന്താ നിർത്തിയേ? ഞാനൊന്നും കണ്ടില്ലേ. ഇതെന്താ ഡ്രസ്സ് ഇങ്ങനെ? അറിയോ മാറ്റ്, തനിക്ക് എന്താണോ പറ്റിയേ? ഡാഡിയെ താൻ വിളിച്ചോ? ബാക്കി പറയേ. അത് വേദ, എനിക്ക് നല്ല ചൂട്, വെരി ഹോട്ട്. ഞാനൊന്ന് പോയി കിടക്കട്ടെ. എന്താണെന്നറിയില്ല. ഈ തണുപ്പത്ത് AC ഇട്ട് വെച്ചിട്ട് നിനക്ക് ചൂടെടുക്കുന്നോ? ചിലപ്പോൾ എനിക്കങ്ങനെ. ഗുഡ് നൈറ്റ്. എൻ്റെ അമ്മേ, ഇവിടെ ഇത്രയും അടുത്ത് എന്തിനാണ് വന്നിരിക്കുന്നത്? എൻ്റെ നെഞ്ചൊക്കെ എന്താ ഇങ്ങനെ അടിക്കുന്നത്? ഇതെന്താ? ഇതിന് മുന്നേ ഇവളിങ്ങനെ കിടന്നിട്ടുണ്ടല്ലോ. പക്ഷേ ഇന്നെനിക്കെന്താ ഇങ്ങനെ?
വേദ കുറച്ച് നീങ്ങിക്കിടക്ക്. എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വേണ്ടാത്ത ചിന്ത വരുന്നുണ്ടാണോ? എനിക്കെന്തോക്കെ പോലെ തോന്നുന്നത്. ഛേ സ്വാമി, നോ. ഗുഡ് മോർണിംഗ് വെങ്കി. രാവിലെ ആയ ഇത്ര പെട്ടെന്ന് നേരം വെളുത്തോ? ഹേയ് ഇല്ല, നേരം വിളിച്ചിട്ടില്ല. ഞാൻ എണീറ്റതാ. നീ കിടന്നോ, ഞാൻ വിളിച്ചോളാം. വെങ്കി, ഞാനും പൊന്നും കൂടെ ഒന്ന് ഷോപ്പിങ്ങിന് പോവുക. നിന്റെ കാർ ഒന്ന് തരുമോ? ഷോപ്പിങ്ങിനാണോ? ഞാനും വരുന്നുണ്ട്. എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. സോ നമുക്ക് ഒരുമിച്ച് പോവാം. ഓക്കെ, എന്നാൽ അരവിന്ദേട്ടൻ്റെ കൂടെ വിളിച്ചോ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം. സ്റ്റോപ്പ്. നീ എന്താ പറഞ്ഞ? അരവിന്ദ് ഏട്ടനോ? അവനെപ്പോഴും നീ ഏട്ടനെന്ന് വിളിക്കാൻ തുടങ്ങിയ? ഹലോ, ഹീസ് മൈ അമ്മാവൻ സൺ. ഓക്കെ. ഓ, നിൻ്റെ ബ്രദറാണല്ലേ? ഞാനത് മറന്നുപോയി. പൊന്നു, ആർ യു റെഡി? നമുക്ക് പോവാം. ഓ, ഞാനപ്പോഴേ റെഡി. നമുക്ക് പോവാം. ഓട്ടോറിക്ഷയിലാണോ അതോ കാർ എടുക്കുന്നുണ്ടോ? എങ്ങനെയാ പോകുന്നേ? ഓട്ടോറിക്ഷയിലല്ല, കാറില. നമ്മൾ മാത്രമല്ല, നിന്റെ സോമിയേട്ടനും അരവിന്ദേട്ടനും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു. നമുക്ക് പോവാം. ഓ വേദ, ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, ഞാൻ വരുന്നില്ല. നിങ്ങളിപ്പോൾ എല്ലാവരും അല്ലേ? പൊക്കോ. ഞാനുള്ളതുകൊണ്ടാണോ നീ വരാത്ത? എന്നാൽ ഞാൻ മാറിയേക്കാം. രണ്ടുപേരും മാറണ്ട, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. മര്യാദയ്ക്ക് വന്ന കാറിൽ കയറിക്കോ, ബാക്കി അതിൽ സംസാരിക്കാം. എന്നാൽ പിന്നെ നമുക്ക് പോയാലോ? ഞാൻ റെഡിയാ, നമുക്ക് പോവാം. പിന്നെ അരവിന്ദേ, വേദിക്ക് വോമിറ്റിംഗ് ഉണ്ട്. സോ അവൾ ഫ്രണ്ടിലിരുന്നോട്ടെ കേട്ടോ. വോമിറ്റിങ്ങോ? എനിക്കോ? എപ്പോ? നീ എന്താ വെങ്കി പറയുന്ന? ഐ ഹാവ് നോ വോമിറ്റിംഗ്. എന്താ? നിൻ്റെ അതിരിക്കടി, ഞാൻ പറയുന്ന കേൾക്ക്. അരവിന്ദേട്ടാ, എനിക്ക് വോമിറ്റിംഗ് ഉണ്ട്. അരവിന്ദേട്ട ബാക്കിൽ ചെന്നോ. ഓ അതിനെന്താ, വേദ ഫ്രണ്ടിൽ ഇരുന്നോ. വാ പൊന്നു, നമുക്ക് ബാക്കിൽ പോയിരിക്കാം. എടാ കള്ളസ്വാമി, എന്താ ഉദ്ദേശം? എനിക്കെങ്ങനെയാ വോമിറ്റിംഗ് ഉണ്ടായ? സത്യം പറ, എന്താ ഉദ്ദേശം? ഭാടി, നമുക്ക് ഒരുമിച്ച് പോവാം. നീ ഫ്രണ്ടിലിരിക്കുക, വാ. വേദ തന്നോട് ഫ്രണ്ടിലിരിക്കാനല്ലേ പറഞ്ഞ? താനെന്താ അവർക്കിടയിൽ കയറിയിരിക്കുന്ന? ഫ്രണ്ടിൽ വരുന്നില്ലേ? വെങ്കി, എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. വെങ്കി വണ്ടി എടുത്തോ, ഞാൻ വന്നോളാം. ശരി, എന്നാൽ വേഗം പറഞ്ഞോ. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയണം. എനിക്കെല്ലാം മനസ്സിലായി. എനിക്കൊന്നും പറയാനില്ല. നിനക്കെന്ത് മനസ്സിലായി? ഞാൻ ഷോപ്പിങ്ങിന് വേണ്ടി വന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. എനിക്കൊന്നും കേൾക്കാനുമില്ല, പറയാനുമില്ല. ഞാനും ഷോപ്പിങ്ങിന് വേണ്ടി വന്നതാ. രണ്ടുപേരും ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയുവേ. അരവിന്ദേട്ടാ. ഓ, അപ്പോൾ ഇവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനായിട്ട് എന്തോ ഉണ്ടല്ലേ വേദ? അതൊന്നുമല്ല. ഞാൻ ഒരുപാട് തവണ ഇവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. നാണം കെട്ട് വീണ്ടും പോയി പറഞ്ഞു. ഇവൾ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ലടാ. ജോലിക്കും കൂലിക്കും പോവാതെ ഞാൻ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ? എൻ്റെ വീട്ടിൽ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു ജോലിയെങ്കിലും വേണ്ടേ? അപ്പോൾ നിനക്ക് ഇഷ്ടമാണല്ലേ? ഇപ്പം എങ്ങനെ ഇരിക്കണേ? സ്വാമി, വണ്ടി നിർത്തിക്കോ, ഞാൻ ഫ്രണ്ടിൽ വരാം. എന്താ സൈലൻ്റ്? ഇവൾ ഉറങ്ങിപ്പോയോ? എടാ, ജസ്റ്റ് ഒന്ന് ശ്രദ്ധ മാറിയപ്പോൾ വണ്ടി ജസ്റ്റ് ഒന്ന് ഇടിച്ചതാ. അവർക്കെന്തെങ്കിലും പറ്റിക്കാണോ? എൻ്റെ പൊന്നു മണ്ട, വണ്ടി തട്ടണേന് മുന്നേ അവർക്ക് ബോധം പോയതാ. വേറെ ഒരു കുഴപ്പമില്ല. ഓ മൈ ഗോഡ്, ഇവിടെ ആരുമില്ലല്ലോ. ഇനി ഞാൻ മാത്രമാണ് രക്ഷപ്പെട്ട്. അവർക്കൊക്കെ എന്തെങ്കിലും പറ്റിക്കാണോ? അയ്യോ, ഞാനിനി എന്ത് ചെയ്യും? വേദ, തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എവിടെയെങ്കിലും ഇടിച്ചോ? വെങ്കി, താനുണ്ടോ? തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവരെവിടെ? രണ്ടുപേരും കാണാനില്ലല്ലോ. അവർ തൊട്ടപ്പുറത്തെ ബെഡിലുണ്ട്. തനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? താൻ കരഞ്ഞോ? കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു. സോറി വേദ, ഞാൻ ശ്രദ്ധ അറിയാതെ മാറിപ്പോയപ്പോൾ. ഹേയ്, താൻ ഇങ്ങോട്ടൊന്ന് വന്നേ, ഒന്ന് ഹഗ് ചെയ്യ്. വെങ്കി, ഞാൻ എണീറ്റോ? തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഹേയ്, ഞാനൊക്കെയാ. അല്ല, അവളെവിടെ? സോമേട്ടനോ? തൊട്ടടുത്ത ബെഡിലുണ്ട്. പൊന്നു, ഞാൻ ചോദിച്ചതിന് മറുപടി പറ. തനിക്ക്? എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. അരവിന്ദേട്ടൻ അമ്മയടുത്ത് പറഞ്ഞു. എനിക്ക് മതി, ഇത് ഹോസ്പിറ്റലാ, പ്ലീസ്. അരവിന്ദേട്ടാ, എന്താ സൗണ്ട്? എൻ്റെ അമ്മേ. ക്ലോസ് ചെയ്യടി. അടുത്തവർ സ്വകാര്യത്തിൽ വിളിഞ്ഞു നോക്കുന്നു. ഞാൻ തരാം നിനക്ക്. ആക്സിഡൻറ്റ് നടന്ന് ഹോസ്പിറ്റലിൽ പോയെന്നൊന്നും ഇവിടെ ആരും പറയാൻ നിൽക്കണ്ട കേട്ടോ. ഞങ്ങൾ പറയില്ല, നിങ്ങൾ രണ്ടാളും പറയാതിരുന്നാൽ മതി. ഞാൻ പറയില്ല.
വെങ്കി പറയാതിരുന്നാൽ മതി. ഞങ്ങളൊക്കെ കുഴപ്പമില്ല, വെങ്കിയാ പ്രശ്നം. ഞാനും പറയില്ല, എനിക്കും പറയാതിരിക്കാനൊക്കെ പറ്റും. ആ നിങ്ങൾ എത്തിയോ? ആ മോനെ, ഞങ്ങൾ നാളെ ജോത്സ്യൻ്റെ അടുത്തൊന്ന് പോകുന്നുണ്ട് കേട്ടോ. അതുകൂടെ പറയാൻ വേണ്ടി കാത്തു നിന്നത്. എന്താ വെച്ചാൽ പെട്ടെന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുടുംബത്തിൽ? എന്താ നിങ്ങൾ നാളെ പോകുന്നത്? കുഴപ്പമൊന്നുമില്ല. നിൻ്റെ അവളെ ജാതകം ഒന്ന് നോക്കണം. മോളുടെ ജാതകം ഒന്ന് അച്ഛൻ്റെ അടുത്ത് അയച്ചു തരാൻ പറ. അത് നോക്കി ഡേറ്റ് പെട്ടെന്ന് ഫിക്സ് ചെയ്യണം. ശരി അച്ഛാ, ഞാൻ അങ്കിളിനെ വിളിച്ച് പറയാം. മോളുടെ ഡാഡി അടുത്ത് ഇങ്ങോട്ട് വരാൻ പറ. എന്തായാലും കല്യാണത്തിന് ഡാഡി വേണമല്ലോ. അതേ മോള്, ഇനി വെച്ച് താമസിപ്പിക്കണ്ട. അച്ഛൻ്റെ അടുത്ത് വരാൻ പറ. നമുക്ക് ആ കല്യാണം അങ്ങ് നടത്താം. അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ. ആ അമ്മ, ഞാൻ ഇന്ന് ഡാഡിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാം. രാത്രി ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, താനൊന്നും കഴിച്ചില്ല. തനിക്കെന്താ വല്ലാത്തൊരു ടെൻഷൻ? വെങ്കി അവർ നമ്മളെ വെഡിങ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു ടെൻഷൻ പോലെ. നമ്മൾ ഇത്രയും നാളും ഫ്രീ ആയിട്ടൊക്കെ അല്ലേ നടന്ന്, പെട്ടെന്ന്. തനിക്ക് എന്നെ ശരിക്കും ഇഷ്ടമല്ലേടോ? എന്താ വെങ്കി ഇത്? ഞാൻ സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോഴാണോ തമാശ പറയുന്ന? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. കല്യാണം, റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാനില്ലേ കൂടെ, നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാന്നേ. തരൊന്നും ഒരു ടെൻഷൻ അടിക്കണ്ട. ഡാഡിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡാഡി നാളെ മോർണിംഗ് എത്തും. അതാണോ? അങ്കിൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നാളെ വരുമെന്ന്. നീ വിളിച്ച കാര്യവും പറഞ്ഞു. തന്നൊന്നും ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ കിടന്നോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് വെങ്കി. മോനെ, ഞങ്ങൾ ഇറങ്ങാം. രാവുകാലം തുടങ്ങിയാൽ പിന്നെ ഇത് നടക്കില്ല. മോളൊരു കാര്യം ചെയ്യും, അവളുടെ ഡാഡിയെ വിളിച്ചിട്ട് നേരെ അങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി. ലൊക്കേഷൻ സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞങ്ങൾ അവിടെ നിന്ന് മീറ്റ് ചെയ്തോളാം. അതെ മോനെ, ഇനി ലേറ്റായ ഈ കാര്യം നടക്കില്ല. ഇതിനൊക്കെ അതായത് സമയത്ത് നമ്മൾ പോകണം, അല്ലെങ്കിൽ ശരിയാവില്ല. ശരി, ഞാൻ അയച്ചു കൊടുത്തോളാം. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇപ്പോഴോ അങ്കിൾ അവിടെ എത്തിക്കോളും. ഞാൻ കൂടെ വരണോ നിങ്ങളുടെ കൂടെ? നീ വന്നാൽ മോൾ ഒറ്റയ്ക്കല്ലേ? പൊന്നുവാണെങ്കിൽ ഇല്ല, അവൾ വീട്ടിൽ പോയിരിക്കുക. അതുകൊണ്ട് നീ എങ്ങും പോകലേടാ മോളെ ഒറ്റയ്ക്കിട്ടിട്ട്. വെങ്കി ഒരിടം പോവല്ലേ. അവൾക്ക് ഇവിടെ ഒന്നും അധികം പരിചയമായിട്ടില്ല. നീ ഇവിടെ തന്നെ ഉണ്ടാവണം. ഞങ്ങൾ നിർത്തി വരാൻ നോക്കാം. ഓ എൻ്റെ അച്ഛാ, ഞാൻ എങ്ങും പോവില്ല നിങ്ങളെ മോളെ വിട്ടിട്ട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇന്നലെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയില്ല. എല്ലാം വന്നിട്ട് നോക്കണം. ജീസസ്. ഭേദ, തനിക്കെന്തെങ്കിലും പറ്റിയോ? എൻ്റെ അമ്മേ. വെങ്കി, അത് കാല് സ്ലിപ്പായി പോയതാ. തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഹേയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. താനൊക്കെ അല്ലേ? കാല് വേദനയൊന്നുമില്ലല്ലോ? ഹേയ്, ഞാനൊക്കെയാ. അല്ല വെങ്കി, ഇവിടെ ആരും കാണുന്നില്ലല്ലോ. പൊന്നു, അമ്മ, അച്ഛൻ എല്ലാവരും എവിടെ പോയി? അവർ നേരത്തെ പോയതാ. അവർക്ക് ജോത്സ്യനെ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് പോയി. ഡാഡി അവിടെ ഒന്ന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. ഓ, നല്ല വിശപ്പുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യട്ടെ. എന്ത് ഡ്യൂട്ടി? ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് വെങ്കി. കം ഓൺ, ഫോളോ മീ. ഇതിപ്പോൾ വെട്ടണോ അതോ മുറിക്കണോ? ഇതിനേക്കാൾ വലിയ പിച്ചാത്തിയൊന്നും ഇവിടെ ഇല്ലേ? എൻ്റെ പൊന്നു വേദ, ഇത് എന്നെ ഉള്ളതിൽ വലുതാ. ആ കൈയൊന്നും മുറിക്കാതെ അതിങ്ങോട്ട് തന്നേ. എനിക്ക് ഞാൻ ട്രൈ ചെയ്യട്ടെ. എൻ്റെ അമ്മേ, അപ്പം ട്രൈയിങ്ങിനാണോ നീ വന്നത്? പോയേ കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങിയേ. ഉള്ളതിൽ ഏറ്റവും വലിയ പിച്ചാത്തി നോക്കി എടുത്തേക്കുക. കുത്തിക്കൊല്ലാൻ കണക്കാക്കി. എൻ്റെ വെങ്കി, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ആഫ്റ്റർ മാരേജ് എങ്ങനെ കുക്ക് ചെയ്യും? എപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണ്ടേ? ശരി പോട്ടെ, വേറെ റേഡിയുണ്ട്. വെങ്കി, നമുക്ക് ഡ്രിങ്ക്സ് അടിച്ചാലോ? എങ്ങനെയുണ്ട്? ബാ. ശരി, ബാ. വെങ്കി, ഡ്രിങ്ക്സ് അടിക്കുമ്പോൾ നല്ല മൂഡാല്ലേ? അത് ശരിയാ. ഞാൻ ക്ലൈമറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞ, അല്ലാതെ കിസ്സിൻ്റെ കാര്യമല്ല. മാറും. ഞാൻ ക്ലൈമറ്റിൻ്റെ കാര്യമല്ല, കിസിൻ്റെ കാര്യമാണ് പറഞ്ഞ. ഈടായിട്ട് കള്ളസ്വാമി ആളാകെ. വെങ്കി, എന്താ ഇത്? വെങ്കി, താനാള്. എനിക്കൊന്നും കേൾക്കണ്ട, വേണ്ടാതിരിക്കും. വെങ്കി, ആരാ വന്നിട്ടുണ്ട്? ഈ സമയത്ത് ആരും വരില്ല. എൻ്റെ ഈശ്വര, എന്താ ഇത്? അയ്യോ, നാണം കേട്ടു. അച്ഛാ, അമ്മ. എന്താ മോളെ? പ്രോമിസ്, എനിക്കൊന്നും അറിയില്ല. എല്ലാത്തിനും കാരണം വെങ്കി. ഞാൻ പറഞ്ഞതാ വേണ്ടാന്ന്. നിങ്ങളാരുമില്ല. ഇവനെ എന്നെ ഇവിടെ കൊണ്ടുവന്ന്. എനിക്കറിയില്ല, ഞാൻ പോവാ. കൊള്ളി കൂടി ഇഷ്ടപ്പെട്ടു. ഞാനിനി എന്ത് ചെയ്യും?
അച്ഛാ അങ്കിൾ അത് പിന്നെ എനിക്ക് ഫോൺ വന്നു. ബൈ, പിന്നെ കാണാം. ആ ഫോൺ വന്നത് നന്നായി, അല്ലെങ്കിൽ അവ ഇവിടെ നിന്ന് നാണം കേട്ടെ. ജോസ്യം പറഞ്ഞ 2 ഡേറ്റിൽ അടുത്ത മാസം വേണ്ട, അടുത്ത ആഴ്ചയിലുള്ള സെലക്ട് ചെയ്യാം. അതാ നല്ലത്. പിന്നെ നിന്റെ മോളാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ അടുത്ത ദിവസമായാലും കുഴപ്പമില്ല. ഇനി എന്തായാലും വച്ച് താമസിപ്പിക്കേണ്ടെന്നാ എൻ്റെ ഒരു അഭിപ്രായം. കണ്ടില്ലേ? നിങ്ങൾ നല്ല രസമുണ്ടല്ലേ, നല്ല ഒക്കേഷൻ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ബാ, ഇവിടെ ഇരിക്കും. ഇന്ന് നമ്മുടെ ഹെൽത്തി ഫങ്ഷനാണ്. നീ ഇവിടെ ഇരുന്നോ. ആഹാ, നല്ല രസമുണ്ടല്ലോ. പൊന്നു, എന്തായാലും മെഹന്തി ഇട്ടേ പറ്റുള്ളൂ. എനിക്ക് ഒരുപാട് നേരം വച്ചിരിക്കാൻ ഇഷ്ടമല്ലടി. അത് സാരമല്ല, കുറച്ച് നേരം വച്ചിരുന്നാൽ മതി. അടുത്ത നിന്റെ കല്യാണം. കൊള്ളാം. അവളുടെ കല്യാണത്തിന് അവൾക്ക് അതിനെപ്പറ്റി ഒരു നാണവും ഇല്ല. ഈ പോസ് ഒന്ന് എടുക്കണേ, എന്നിട്ട് എൻ്റെ മൊബൈൽ നമ്പറിലോട്ട് ഒന്ന് സെൻഡ് ചെയ്ത് തരണേ. മലർകൾ കേട്ടേ വനമേ തന്തനെ തണ്ണീർ കേട്ടേ അമൃതം തന്തനെ എதை நான் വേദ, ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കിക്കോളാം. പ്രോമിസ്. ഇനി നീ എന്നെ നോക്കിയില്ലെങ്കിൽ നിന്റെ കാര്യം ഞാൻ ഏറ്റു മോനെ. വെങ്കി, ഇത് കൊടുത്തിട്ട് നടക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ ഇപ്പൊ പോരി വീഴും. ഇന്നൊരു ദിവസത്തേക്കല്ലേടാ, ഞാൻ ശരിയാക്കി തരാം. ബാ, ഇതാ കഴിഞ്ഞു. വേദ, അവരുടെ കാലി വീണ് അനുഗ്രഹം വാങ്ങിച്ചു. ഇനി അതാ ചെയ്യേണ്ട. മോൾ ഒരുപാട് കാലം സന്തോഷമായിട്ട് ജീവിക്കും. നന്നായിട്ട് നന്നായിട്ട് മോളെ. വരും. ഇനി തൊട്ട് തൊഴുത് അകത്തോട്ട് കയറിക്കോളൂ. ക്ഷീണിച്ചോ നീ? ഹേയ്, നല്ല സുഖം. എന്താടാ ഇത്? ഒത്തിരി നേരമായല്ലോ. ഇവളെന്താ ഇത്രയും നേരമായിട്ടും വരാത്ത? ഇനിയിപ്പോൾ ഫസ്റ്റ് നൈറ്റ് എന്നുള്ള കാര്യം മറന്നു വെക്കാണോ? ഇനി പൊന്നൂൻ്റെ റൂമിലെങ്ങാനും കിടന്ന് ഉറങ്ങോ? ഏയ്, അത്രയ്ക്കും വണ്ടിയൊന്നും അല്ല. ഞാനിനി ഫസ്റ്റ് നൈറ്റിന് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യണോ? ഏയ്. മോളെ, ഈ ചടങ്ങ് ഒരു തവണ നിങ്ങൾ ചെയ്തതാ, പക്ഷേ ഇന്ന് കല്യാണം കഴിഞ്ഞായില്ലേ, അതുകൊണ്ട് ഇതാ ഈ പാല് പിടിച്ചോ. എന്നിട്ട് ഓ ഗോഡ്, അമ്മ, ഇനിയും എന്തെങ്കിലും ചടങ്ങുണ്ടോ? ഇനി പ്രത്യേകിച്ചൊരു ചടങ്ങുമില്ല. എന്താ മോളെ? ഐ ആം സോ ടയർഡ്. എനിക്ക് വയ്യ. ഈ മുല്ലപ്പൂവും ഓർണമെൻറ്റ്സും എനിക്ക് നല്ല ക്ഷീണം അമ്മ. അമ്മായി, ആ ഗ്ലാസ്സിൽ തന്നു, ഞാൻ കൊടുക്കാം. ഞാൻ വേറെ റൂമിലാക്കിയിട്ട് പൊക്കോളാം. അമ്മായി പൊക്കോ, ലൈറ്റൊക്കെ ഞാൻ ഓഫ് ചെയ്തോളാം. ഒരു പൊട്ടിക്കളി, ഇനി അമ്മയും ചടങ്ങുള്ളത്. എന്തുവാ പൊന്നു ഇത്? മനുഷ്യനായിട്ട് കൊല്ലുവാണോ? ഞാനെന്താ കുപ്പിന്നൊന്ന് ഭൂതമാണോ? നിനക്ക് നല്ല ക്ഷീണമെന്നല്ലേ പറഞ്ഞ, റൂമിലോട്ട് പോക്കോ. ഇനി സ്വാമിയിട്ട് നിന്നെ നേരത്തെ കിടത്തി ഉറക്കും. അങ്ങനെ സ്വാമി എപ്പോഴേ ഇറങ്ങിക്കാണും. നേരത്തെ റൂമിലോട്ട് പോകുന്നുണ്ടായിരുന്നല്ലോ. ഞാൻ മാത്രം ഇതുവരെ പോവാത്ത. ഞാനും പോവുക. ഓ, അതിനെന്താ, വേഗം പൊക്കോ. എന്നിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങണേ. ശരിയെന്നാ, നാളെ കാണാം. വെങ്കി നേരത്തെ വന്നിട്ട് ഉറങ്ങിയില്ലേ? ഞാനാണെങ്കിൽ എപ്പോഴേ കിടന്ന് ഉറങ്ങിയാന്. നല്ല ക്ഷീണം. ഇതൊക്കെ എന്താ വെങ്കി? ഈ മുല്ലപ്പൂവും മാലയും ഒക്കെ തലവേദന എടുക്കുന്നു. ഡെയിലി ഇതൊക്കെ യൂസ് ചെയ്യുന്നവർ സമ്മതിക്കണം. ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഫ്രഷ് ആയിട്ട് വരാം. നിനക്കിതൊക്കെ ഒരുപാട് സ്ട്രെസ്സ് തോന്നുന്നുണ്ടോ? എന്നാൽ ഞാൻ നിന്നെ സഹായിക്കാം. ഇങ്ങോട്ട് വാ, ഞാൻ പതുക്കെ എല്ലാം മാറ്റിത്തരാം. എന്തു പറയുന്നു? ഇതെനിക്ക് മാറ്റാന്നുള്ളതേ ഉള്ളൂ. വെങ്കി പോയി കിടന്ന് ഉറങ്ങിക്കോ, അതാ നല്ലത്. ഓ വെങ്കി, ഈ കബോർഡ് ഫുള്ളും ഒഴിഞ്ഞിരിക്കുകയാണല്ലോ. ഡ്രസ്സൊക്കെ എവിടെ പോയി? പെയിൻ്റ് അടിക്കുന്ന സമയത്ത് മാറ്റിയത്. പൊന്നു കൊണ്ട് വച്ചില്ല, മറന്നു വെക്കണം. കുഴപ്പമില്ല, നാളെ ഞാൻ പറയാം. ഓ ശരി. ആ ശരി, എന്നാൽ ഓക്കെ. തന്നെ ആ വൈറ്റ് കളർ ഷർട്ടും കിടക്ക്, ഞാനത് യൂസ് ചെയ്തോളാം തൽക്കാലത്തേക്ക്. അല്ലാതെ ഈ ഡ്രസ്സിൽ എന്നെക്കൊണ്ട് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് വേണം മോളെ. ഷർട്ട് മാത്രം ഇട്ടാൽ ചിലപ്പോൾ എൻ്റെ കാര്യത്തിൽ നോ ഗ്യാരണ്ടി. ഷടപ്പ് വെങ്കി, കളിക്കാതെ അതിങ്ങോട്ട് എടുക്കും. ഞാൻ പോവുക. വെങ്കി, തനെന്തെങ്കിലും നോക്കുന്നത്?
ഞാൻ പറഞ്ഞില്ലേ, അയ്യേ, ഇനി ഞാൻ എങ്ങനെ നിൽക്കും? അതിന് നീ എന്തിനാ എൻ്റെ അടുത്തോട്ട് വരുന്നേ? വെങ്കി സ്റ്റേ ദെയർ. പ്ലീസ് വേദ, ഡോണ്ട് സ്റ്റോപ്പിങ് മീ. വെങ്കി ലൈറ്റ് ഓഫായി. നമുക്ക് ലൈറ്റ് വേണ്ട വേദ. ഞാൻ ചെയ്തോട്ടെ? വെങ്കി ഐ ഹാവ് ക്രേസി ഫീലിങ്സ്. വേദ, എനിക്ക് അമ്പലത്തിൽ പോകണം. അമ്മ ഇപ്പം കയറി വരും. മര്യാദയ്ക്ക് കിടക്കുമെങ്കിൽ എനിക്ക് വയ്യ. നമുക്ക് നാളെ അമ്പലത്തിൽ പോവാം. അത് പറഞ്ഞാൽ പറ്റില്ല. പെട്ടെന്ന് എണീറ്റ് ബാ, ലേറ്റ് ആവും. വെങ്കി ശരിക്കും ഞാൻ അമ്പലത്തിൽ ഫസ്റ്റ് ടൈമാണ്. എന്ത് പീസ് ആൻഡ് കാമ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നമുക്ക് ഇനിയും അങ്ങോട്ട് പോകണം. അമ്മ ഇന്നും പോകാറുണ്ട്. നീയും പൊക്കോ കൂടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല മക്കളെ, നിങ്ങളുടെ പ്ലാനിങ് എന്താണ്? ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ? ഇനി കമ്പനിയിലോട്ടെങ്ങാനും വരാൻ? ഞാനിനി ഓഫീസിലേക്കില്ല ഡാഡി. ഞാനിവിടെ നിന്നോളാം. അമ്മയും അച്ഛനായിട്ടൊക്കെ. ഡാഡി ഇവിടെ നിന്നോ, നമുക്കിവിടെ നിൽക്കാം ഡാഡി. കൊള്ളാം, ഞാനിത് പ്രതീക്ഷിച്ചു. അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ ഇങ്ങോട്ട് അയച്ചത് തന്നെ. അല്ല, എൻ്റെ മോൻ്റെ പ്ലാനിങ് എന്താ? ഓഫീസിൽ വരണോ അതോ അങ്കിളിൻ്റെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണോ തീരുമാനം? എന്തായാലും അത് വേഗം വേണം, മനസ്സിലായല്ലോ? ഇല്ല അച്ഛാ, ഞാൻ 2 ദിവസം കഴിഞ്ഞോടെ ഓഫീസിൽ ജോയിൻ ചെയ്തോളാം. എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. 2 ദിവസം? അപ്പം നമ്മുടെ ഹണിമൂണോ? എന്താ വെങ്കി ഇങ്ങനെ? നമുക്ക് ഹണിമൂണ് പോകണ്ടേ? താനല്ലേ പറഞ്ഞ നമുക്ക് ഒരു മന്ത് ഹണിമൂൺ പോവാന്ന്. എന്നിട്ട് എന്താ ഇങ്ങനെ? എടി, അതൊക്കെ ശരിയാക്കാം. എന്താ രണ്ടാളും കൂടെ ഒരു രഹസ്യം പറിച്ചിൽ? വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അല്ല, നിങ്ങൾക്ക് ഹണിമൂണിനൊന്നും പോകാൻ പ്ലാൻ ഇല്ലേ? യെസ് ഡാഡി. ഡാഡിക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ ഇപ്പൊ ഭയങ്കര അതാ സംസാരിച്ചേ. ഞാൻ വന്നപ്പോഴേ കണ്ടത് അങ്ങനെയാണല്ലോ. അപ്പൊ പിന്നെ ഹണിമൂണ് പോവാതിരിക്കുമോ? ഡാഡിയുടെ ഒരു ഫണ്ണി ടോക്സേ. ശരി, 1 മന്ത് ടൈം തരാം. ആ സമയത്തിന് നിങ്ങൾക്ക് എവിടെയാണോ പോകണം അവിടെയൊക്കെ പോയിട്ട് വാ. പക്ഷെ 1 മന്ത് കഴിഞ്ഞ് രണ്ടുപേരും ഓഫീസിൽ കയറിക്കോളണം. അയ്യോ, ഞാനില്ല ഇനി ഓഫീസിൽ. ഞാനിനി ഇവിടെ അമ്മയുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും പഠിച്ചോളാം. എനിക്കിനി ഓഫീസൊന്നും വരാൻ വയ്യ. മോൾ അങ്ങനെ മാത്രം പറയരുത്. മോൾ എവിടെയാണെങ്കിൽ ഇവനും ഇവിടെ ആയിരിക്കും. പിന്നെ കമ്പനിയിൽ കിട്ടില്ല. നിർത്തി ഒന്ന് അപമാനിക്കുവാണല്ലേ തന്തപ്പടി. വട്ടെ പോർട്ടേ. 1 മന്ത് അടിച്ചു പൊളിച്ചു. കുറച്ച് മ്യൂസിക് വെച്ചാലോ? മൈൻഡ് ഒന്ന് റിലാക്സ് ആവും. അതെ, ശരിയാ. അവളുടെ അനക്കമൊന്നുമില്ലല്ലോ. ഭയങ്കര വർക്കിംഗ് ആയിരിക്കും. എനിക്കെന്താ ബോറടിക്കുന്ന? അവളുടെ കബലിലോട്ടൊന്ന് പോയാലോ? പോയി നോക്കാം. വെങ്കി, താൻ ഇങ്ങോട്ട് വന്നോ? ഞാൻ തന്നെ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഭയങ്കര ബോറിങ്ങാ. നമുക്ക് പുറത്തു പോകാമോ പ്ലീസ്? കുറച്ച് കഴിഞ്ഞ് ഡാഡി ഞങ്ങളും പുറത്തു പോകും. അപ്പം നമുക്ക് പുറത്തു പോവാം. ഓക്കെ? ഇങ്ങനെ പോയാൽ നമ്മൾ കുത്തുപോലെ അടിക്കേണ്ടി വരും. 2 എണ്ണവും കണക്ക. അവർ എൻജോയ് ചെയ്യട്ടടാ. നമ്മുടെ സ്ഥാനത്ത് നമ്മൾ ഇതുപോലെ എൻജോയ് ചെയ്തില്ല. അവരെങ്കിലും ചെയ്യട്ടെ.